എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു എന്താ പറയുക, എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊരു പ്രോജക്റ്റായിരുന്നു അത്. കാരണം എൻ്റെ സുഹൃത്തുക്കളാണ് ഇതിൻ്റെ ഡയറക്ടറും അതോടൊപ്പം എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററും. ഞങ്ങൾ ഒരുമിച്ച് ലോ അക്കാഡമിയിൽ കുറേ വർഷങ്ങൾ പഠിച്ച സുഹൃത്തുക്കൾ വീണ്ടും ഒന്നു ചേരുന്നു. അവരത് ഒരു സിനിമ സങ്കല്പമൊക്കെ ആയിട്ട് കുറേ നാളുകളായിട്ട് അവരിങ്ങനെ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നു. അപ്പോൾ അവർ അങ്ങനെ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് അങ്ങനെ ഒരു പ്രോജക്റ്റിലേക്ക് എത്തിയപ്പോൾ അതിൽ അവരോടൊപ്പം വർക്ക് ചെയ്യാൻ സാധിച്ച എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതി. പിന്നെ മാത്രമല്ല, എന്നെ സംബന്ധിച്ച് അതിന് എൻ്റെ സുഹൃത്തുക്കളാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഫ്രീഡം ഉണ്ട്. പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അവിടെ കണ്ടുമുട്ടിയ ആ ഒരു സൗഹൃദവും ആ ഒരു സ്നേഹവും അന്ന് എങ്ങനെയായിരുന്നു ഞങ്ങൾ പെരുമാറിയത് അതുപോലെ ഇരുന്നിട്ടായിരുന്നു ഇതിൻ്റെ കമ്പോസിങ്ങും ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങിൻ്റെ എല്ലാ സമയത്തും ഒക്കെ ഞങ്ങൾ അങ്ങനെയായിരുന്നു ഇടപെട്ടിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു ഡ്രീമിന് വേണ്ടിയിട്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ അതിനുവേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പം തീർച്ചയായിട്ടും അവരെനിക്ക് അതിനുവേണ്ട ഫ്രീഡം എല്ലാം തന്നു. അതുകൊണ്ട് മാക്സിമം വളരെ സന്തോഷമായിട്ട് അത് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ശരിക്കും ഞാൻ ഇതിനകത്ത് 4 സോങ്സ് ആയിരുന്നു പടത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ 4 സോങ്സും 4 എൻ്റയർലി ഡിഫറെൻറ്റ് സ്റ്റൈൽസിലുള്ള സോങ്സാണ്. അപ്പം അതിൽ ഒരു ഫോക്ക് ടൈപ്പിലെ സോങ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു പാറ്റേണാണ് ഇങ്ങനത്തെ ഫോക്ക് സോങ്സൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു സോങ് ഉണ്ട്, ഒരു റൊമാൻറ്റിക് സോങ് ഉണ്ട്, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു സോങ് ഉണ്ട്. ഇങ്ങനെ ഡിഫറെൻറ്റ് ജനറലുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ജനറലുള്ള 4 പാട്ടുകളാണുള്ളത്. അപ്പം ശരിക്കും എന്താ പറയുക, അത് സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടുള്ള അഭിലാഷ് വന്നിട്ട് ഇങ്ങനെ ഓരോ അതിൻ്റെ സ്ക്രിപ്റ്റിൽ അതിൻ്റെ ഓരോ ഡീറ്റെയിൽസ് പറഞ്ഞപ്പോഴും ആ പാട്ട് എങ്ങനെ ഇരിക്കണം എന്നുള്ളതിനെ പറ്റി വ്യക്തമായിട്ടൊരു ധാരണ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നെ ഡിസ്കസ് ചെയ്തു. പിന്നെ അതിനുശേഷം ഞാൻ അതിൻ്റെ ഓരോന്നിനും സോങ്സ് ഉണ്ടാക്കി. എന്നിട്ട് അത് കേട്ട് കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അത് ഇങ്ങനത്തെ ഒരു സോങ് പാറ്റേൺ എന്നുള്ള രീതിയിൽ ഞങ്ങളത് ഫൈനലൈസ് ചെയ്തതും. ഓക്കെ, തീർച്ചയായിട്ടും അത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ജനങ്ങളത് കേട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞാലാണ് ശരിക്കും ഞങ്ങൾക്ക് സന്തോഷമായത്. ശരിക്കും മ്യൂസിക് എന്ന് പറഞ്ഞാൽ എൻ്റെ പാഷനാണ്. പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറുപ്പം മുതലേ, അത് വളരെ ചെറുപ്പത്തിൽ മുതലേ പാട്ട് ഇഷ്ടപ്പെടുകയും അല്ലെങ്കിൽ പാട്ട് പാടുകയും അങ്ങനെയൊക്കെ ഒരു വളരെയധികം പാഷനായിട്ട് മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ലോ അക്കാഡമിയിലേക്ക് വന്നു എന്നുള്ളത് അത് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് വന്നു. ശരിയാണ്, ഞാൻ LLB ഗ്രാജുവേറ്റ് ആണ്. പക്ഷേ എന്നാലും മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും മ്യൂസിക് എന്ന് പറയുന്നത് ഒരു പാഷനായിട്ട് അങ്ങനെ തന്നെ നിലനിൽക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഉള്ളിൽ കിടന്ന ആ ഒരു എന്താ പറയുക, പിന്നെ ഞാൻ പഠിക്കാൻ പോയത് DSMC എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂസിക് സ്കൂളിലാണ്. അപ്പോൾ അവിടെ ഞാൻ ചെറുപ്പത്തിൽ പഠിക്കാൻ ചെല്ലുമ്പോൾ അന്ന് തൊട്ട് തന്നെ ഒരുപാട് റെക്കോർഡിങ്സും ഒക്കെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആ ഒരു ചെറിയ പ്രായത്തിൽ കാണുമ്പോൾ തന്നെ ശരിക്കും ഒരു ഫാസിനേഷൻ, ഇങ്ങനെ നമുക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, എനിക്ക് തോന്നുന്നു ആ ഒരു ആഗ്രഹമൊക്കെ മനസ്സിൽ കിടന്നുകൊണ്ടാവാം ഒരുപക്ഷെ ഞാനിങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് വന്നത്. എൻ്റെ കുടുംബത്തിലാണെങ്കിൽ ശരിക്കും എല്ലാവരും പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. പക്ഷേ എങ്കിലും ഈ പ്രൊഫഷണലായിട്ട് അങ്ങനെ ആരും തന്നെ മ്യൂസിക്കലി ഇല്ല. പക്ഷേ എന്താ പറയുക, പാട്ടിനോടുള്ള അവരുടെ ആ ഒരു ഭയങ്കരമായ ഒരു ആഗ്രഹവും അല്ലെങ്കിൽ ആ പാട്ടിനോടുള്ള ഇഷ്ടവുമാണ് ശരിക്കും എന്നെ ചെറുപ്പത്തിൽ തന്നെ ഞാനാണെങ്കിൽ ചെറിയ രീതിയിലൊക്കെ പാടും എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തായിരുന്നു, അമ്മയാണ് എന്നെ നിർബന്ധിച്ച് ശരിക്കും മ്യൂസിക് പഠിക്കാനൊക്കെ കൊണ്ട് വിട്ടതൊക്കെ തന്നെ. ശരിക്കും ഞാൻ മനസ്സിൽ ആ ഒരു ഇഷ്ടമുള്ളത് കൊണ്ടാണ് അങ്ങനെ ആ ഒരു മേഖലയിലേക്ക് എന്നെ കടത്തിവിടാനായിട്ട് അവർ സഹായിച്ചത്. എനിക്ക് എന്തുകൊണ്ടോ പണ്ട് തൊട്ടേ ശരിക്കും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു ചിലപ്പം ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കാം. പണ്ടൊക്കെ ആണെങ്കിലും നമ്മൾ ഒരു സിംഗറിൻ്റെ പേരിലാണ് ഒരു പാട്ടുകൾ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് പോലും. പണ്ടൊക്കെ ദാസേൻ്റെ പാട്ട്, ജയേന്ദ്രൻ സാറിൻ്റെ പാട്ട്, അങ്ങനെ നമ്മൾ അറിയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെയൊക്കെ ഞാനൊക്കെ ഒരു പാട്ടുകളൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിക്കുകയും ഭയങ്കരമായിട്ട് കേൾക്കുകയും ചെയ്യുന്ന ഒരു സമയത്ത് റഹ്മാൻ, ഹാരിസ് ജയരാജ് ഇങ്ങനെയുള്ള മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ വന്നോടുകൂടി റഹ്മാൻ്റെ പാട്ട് അല്ലെങ്കിൽ ഹാരിസ് ജയരാജിൻ്റെ പാട്ട്, ഇളയരാജയുടെ പാട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ പേരിൽ പാട്ടുകൾ അറിയപ്പെടുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെ പെട്ടെന്ന് മാറി. ശരിക്കും അതൊക്കെ എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ചിലപ്പം ആ ഒരു ഇൻസ്പിറേഷനൊക്കെയാണ് ആയിരിക്കാം എനിക്ക് ഇങ്ങനെ ഒരു മ്യൂസിക് ഡയറക്ഷൻ ഫീൽഡിലേക്ക് തന്നെ വരണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ തോന്നിയത്. ശരിക്കും ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു സംഗീതം എന്ന് പറയുന്നത് ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം അത് കേൾക്കുമ്പോൾ മനുഷ്യന് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമായിരിക്കണം. അതിന് ചിലപ്പം ഭയങ്കര ഒരു ജ്ഞാനിയായ ഒരു സംഗീതജ്ഞൻ ആവണം എന്ന് തന്നെ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം വെച്ചാൽ ഒരു ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും അല്ലെങ്കിൽ ഈ മ്യൂസിക്കിൻ്റെ ഒരു സെൻസുള്ള ഏതൊരു വ്യക്തിക്കും ഒരു മ്യൂസിക് കമ്പോസർ ആവാൻ പറ്റുന്നതാണ്. കാര്യം എന്തായിരുന്നു, നമുക്കത് ശരിക്കും അതിനെ ജഡ്ജ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നില്ലയോ, നല്ല പാട്ടാണോ ഇല്ലെങ്കിൽ മോശം പാട്ടാണോ, ഈ ഒരൊറ്റ ജഡ്ജ്മെൻറ്റേ ഉള്ളൂ. അല്ലാതെ ഇത് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സെക്കൻഡറി ആണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ പ്രോഡക്റ്റ് വളരെ നന്നായിട്ട് ആളുകളിലേക്ക് എത്തണം, അവർക്ക് ഇഷ്ടപ്പെടണം, ഇത് മാത്രമാണ് ഞാൻ കരുതുന്നത്. ശരിക്കും എൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് അഡ്വർടൈസ്മെൻറ്റ് ജിംഗിൾസിൽ കൂടിയാണ്. ഞാൻ എൻ്റെ ഒരു 18 വയസ്സ് മുതൽ തന്നെ ഞാൻ അഡ്വർടൈസ്മെൻറ്റ് ജിംഗിൾസ് ഒരുപാട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ശരിക്കും ജിംഗിൾസിൽ കൂടിയാണ് ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. എന്നെ ആണെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയിലേക്കാണെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജയരാജ് സാറാണ്. അപ്പോൾ ജയരാജ് സാറിൻ്റെ ഒരു അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിൽ എനിക്ക് മ്യൂസിക് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു. അപ്പം ആ ഒരു ജിംഗിളിൽ കൂടെയുള്ള ഒരു ബന്ധമാണ് ശരിക്കും ആ ഒരു വർക്ക് കേട്ടിട്ടാണ് എന്നെ ജയരാജ് സാർ ഒരു ഫിലിം തന്നെ ധൈര്യത്തോടുകൂടി ഏൽപ്പിച്ചത്. ശരിക്കും എന്താ പറയുക, അങ്ങനെ പക്ഷേ എനിക്കാണെങ്കിൽ ഈ ഫിലിംസ് ചെയ്യുമ്പോൾ ശരിക്കും തീർച്ചയായിട്ടും ഞാൻ ആ ജിംഗിൾസൊക്കെ ചെയ്ത സമയത്ത് ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ജിംഗിൾസിൻ്റെ ആ ഒരു വഴി ഇപ്പോഴും ഞാൻ അഡ്വർടൈസ്മെൻറ്റ്സ് ചെയ്തുകൊണ്ടും ഇരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അന്ന് എനിക്ക് പേടിയേക്കാളുപരി
സത്യത്തിൽ ഞാൻ അങ്ങനെ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തൊരു സിനിമയ്ക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു അത്ര വലിയൊരു പേടി ആവാനുള്ളൊരു പ്രായം എനിക്കായിട്ടില്ലായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വളരെ എന്താ പറയുക, പരസ്യങ്ങളൊക്കെ ചെയ്യുന്ന മാത്രമല്ല എനിക്ക് അതുപോലെ ഫ്രീഡം എനിക്ക് ജയരാജ് സാർ തന്നിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാറിനോടൊപ്പം വർക്ക് ചെയ്തപ്പോൾ ആ ജിങ്കിളിന് ഞാൻ എത്രത്തോളം ഫ്രീഡം എടുത്ത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഫുള്ള് ഞാൻ അങ്ങനെ വർക്ക് ചെയ്തു, എന്തായിരുന്നു വളരെ ഈസി ഇതിലായിരുന്നു ഞങ്ങൾ ആ ഒരു ഫിലിമിൻ്റെ കമ്പോസിങ്ങിലും ഉണ്ടായിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ്, അല്ലെങ്കിൽ ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിയിൽ ഒരു വലിയൊരു ഫിലിമിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത് എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ശരിക്കും പറഞ്ഞാൽ എന്നെ അത്രയും കംഫർട്ടബിൾ ആക്കി എന്നെ ആ ഒരു സോണിൽ കൊണ്ട് നിർത്തിയത് ശരിക്കും ജയരാജ് സാർ തന്നെയായിരുന്നു. എനിക്ക് സത്യത്തിൽ ഭയങ്കര ഫ്രീഡമായിരുന്നു. മാത്രമല്ല ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത വർക്കാണ്. മാത്രമല്ല പിന്നെ ആദ്യമായിട്ട് ഞാൻ അങ്ങനെ ഒരു ഫിലിമിന് മൊത്തത്തിൽ സോങ്സ് ചെയ്യുന്നു. അന്ന് എനിക്ക് തോന്നുന്നു 5 സോങ്സ് എന്തോ ഫിലിമിലുണ്ടായിരുന്നു. അപ്പം അതിനെല്ലാം പക്ഷേ ജയരാജ് സാറിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ ഉണ്ടായിരുന്നു. ഒരു സോങ് തുടങ്ങുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ വിഷ്വലി എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ കൃത്യമായിട്ട്. അപ്പം അത്രയും സീനിയറായിട്ടുള്ളൊരു ഡയറക്ടറുടെ ആ ഒരു എക്സ്പീരിയൻസ് മുഴുവനും ഒരു പുതിയ എന്നെപ്പോലൊരു മ്യൂസിക് ഡയറക്ടർക്ക് കിട്ടിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഈസിയായിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റി. മാത്രമല്ല അന്ന് കൈതപ്രം തിരുമേനിയായിരുന്നു ലിറിക്സ് എഴുതിയിരുന്നത്. അപ്പം അദ്ദേഹത്തെ പോലെ അത്രയും സീനിയറായിട്ടുള്ളൊരു വ്യക്തി എനിക്ക് തന്ന ഒരു സപ്പോർട്ടെന്ന് പറഞ്ഞാൽ എനിക്കതിപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. കാര്യം ഓരോ ചെറിയ കാര്യങ്ങൾക്കും അദ്ദേഹത്തിനോട് കൂടെ ഇരുന്നിട്ട് ലിറിക്സിൻ്റെ ഓരോ ഭാഗങ്ങളും പുള്ളി വളരെ എനിക്ക് പറഞ്ഞ അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഓരോന്നും ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ കൃത്യമായിട്ടാണ് എന്നെ അന്ന് സപ്പോർട്ട് ചെയ്തത്. ശരിക്കും ആ ഒരു സപ്പോർട്ടാണ് എനിക്ക് അന്ന് വളരെ ഭാഗ്യമായിട്ട് എനിക്ക് തോന്നിയത്.